ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും അടിമയാണോ? അതായത് നിങ്ങൾ മറ്റൊരാൾക്ക് അടിമയായി എന്നതിൻ്റെ കുറച്ചധികം ലക്ഷണങ്ങളുണ്ട്. അവർ പറയുന്നത് മാത്രമാണ് കേൾക്കത്തുള്ളൂ, അവർ പറയുന്നത് മാത്രമാണ് വിശ്വസിക്കത്തുള്ളൂ തുടങ്ങി ഇനിയും അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ ആരുടെയെങ്കിലും അടിമയാണോ അല്ലയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റൊരാൾക്ക് അടിമയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഉള്ള ഒരു അവസ്ഥയുണ്ടാവും. അതായത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ ഡെയിലി കാണണം, സംസാരിക്കണം, അവരോട് എന്തെങ്കിലുമൊക്കെ, അതായത് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം തുടങ്ങി നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല. വേറെ ആരെ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ആ ഒരു വ്യക്തിനെ എന്നും നിങ്ങൾക്ക് കാണണം, ആ ഒരു വ്യക്തിയോട് എന്നും സംസാരിക്കണം, ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടിമയായി മാറിയിരിക്കുകയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആ ഒരു വ്യക്തി പറയുന്നത് എല്ലാം തന്നെ നിങ്ങൾ കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കും. അതായത് നിങ്ങൾ അടിമയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ആ ഒരു വ്യക്തി എന്ത് കള്ളം പറഞ്ഞാലും നിങ്ങൾ അറിയാതെ അങ്ങോട്ട് വിശ്വസിച്ചു പോകും. നിങ്ങൾക്ക് അത്രയും വിശ്വാസമാണ്. ആ ഒരു വ്യക്തി നിങ്ങളോട് കള്ളം പറയില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കില്ല എന്നുള്ളൊരു തോട്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി എന്ത് കള്ളം പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലാത്തത് പറഞ്ഞാലും നിങ്ങളത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. അതായത് രാവിലെ പറയുകയാണ് ഇപ്പോൾ രാത്രിയെന്ന്, അതുവരെ നിങ്ങൾ വിശ്വസിക്കും. അതേപോലെ എന്ത് പറഞ്ഞാലും, എത്ര പച്ച കള്ളം പറഞ്ഞാൽ പോലും നിങ്ങൾ അറിയാതെ വിശ്വസിച്ച് പോകുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അടിമയായി എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എത്രയൊക്കെ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ പിരിയണം എന്ന് തോന്നിയാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതായത് നിങ്ങൾ വിചാരിക്കും, ആ ഒരു വ്യക്തി ഇല്ലാതെ ഇന്നത്തെ ദിവസം എനിക്കൊന്ന് സ്പെൻഡ് ചെയ്യണം, എനിക്കിന്ന് ആ ഒരു വ്യക്തിനെ വിളിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കാതെ ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റേതായ ഒരു ദിവസമായിട്ട് എനിക്ക് എൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇന്നൊരു ദിവസം മുമ്പോട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ, അതായത് ആ ഒരു വ്യക്തിനെ പിരിഞ്ഞിരിക്കാൻ ഒരു 5 മിനിറ്റ് പോലും ആ ഒരു വ്യക്തിനെ ഓർക്കാതെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കാണാതെ ഒന്നും നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അടിമയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ഫോണ് അല്ലെങ്കിൽ മെസ്സേജ് ഇതൊന്നും നിങ്ങൾ അങ്ങോട്ട് ചെയ്തില്ലെങ്കിൽ, അതായത് നിങ്ങൾ അവരെ വിളിച്ചില്ല അല്ലെങ്കിൽ മെസ്സേജ് അയച്ചില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അടിമയാണ് എന്നതാണ്. നിങ്ങൾ ഓർക്കും, ഇന്നത്തെ ദിവസം എന്താണെങ്കിലും അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് വിളിക്കാതെ ഇരുന്നാലോ, അവരുടെ റിയാക്ഷൻ എന്താവും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ വിളിക്കാതിരിക്കണേ. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുന്നു, അവർക്ക് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അടിമയായി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ കാല് പിടിക്കാനും തയ്യാറാണ്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, അതായത് നിങ്ങളെ മാക്സിമം പുച്ഛിക്കുക, വെറുക്കുക, അകൽച്ച കാണിക്കുക, ഇതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആ ഒരു വ്യക്തി പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കാല് വരെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ മറ്റാരുടെ മുമ്പിൽ പോലും നിങ്ങളിങ്ങനെ തലകുനിച്ച് നിന്നിട്ടില്ല. എന്നാൽ ഈ വ്യക്തിയുടെ മുമ്പിൽ മാത്രം നിങ്ങളങ്ങനെ നിൽക്കുന്നു.
ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അടിമയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് തീരെ വിലയെ തരുന്നില്ല. നിങ്ങളെ കാണുമ്പോഴത്തേക്കും അവർ നിങ്ങളെ ഓടിച്ചു വിടുകയാണ്. നിങ്ങളോട് മിണ്ടാനോ നിങ്ങളെ നേരെ നോക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ പുറകെ പോകുകയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ അറിയാതെ അവരുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരിൽ അടിമയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് സ്വയം വിലയിരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.